ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം മേക്കപ്പ് ലുക്ക് വിത്ത് ഒരു ഷോപ്പിംഗ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഓണം മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ വേഗം പോയി നമ്മുടെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. നമ്മുടെ ഓണം ഔട്ട്ഫിറ്റ് ഇട്ടതിന് ശേഷം പിന്നെ കാണാം. അപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്ത് തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഷാമ്പൂ ഒക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുടിയൊക്കെ പുണങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഫേസിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല കുളിയൊന്നും കഴിഞ്ഞതിന് ശേഷം. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയുകയാണ്, ഈ ഒരു ബ്ലൗസ് ആക്ച്വലി കറക്റ്റ് കളറല്ല കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. പിന്നെ ഞാൻ ഫ്രണ്ട് ക്യാം വെച്ചിട്ടാണ് വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് വന്നിട്ട് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ അല്ല കേട്ടോ, ഇതിൻ്റെ ശരിക്കും ഉള്ളത് ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ ആ ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഈ സെറ്റ് മുണ്ട് കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്ന് ഞാൻ മാച്ചായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ കുറേ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഈ ഒരു സെറ്റ് മുണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മേക്കപ്പ് ചെയ്തു തുടങ്ങാം അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സൈഡിലോട്ട് നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്, ഇപ്പുറത്താണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഓരോന്ന് എടുത്തിട്ടായിരിക്കട്ടെ ഞാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഞാൻ ആലോവേരയുടെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇത് തന്നെയാണ് കേട്ടോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമായിരിക്കില്ല അല്ലേ മേക്കപ്പ് ചെയ്യാറുള്ളത്. മേക്കപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും കുറേ പേരൊക്കെ ഇതുപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എപ്പോഴും അതെ എവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും അതെ ഡ്രസ്സ് ആദ്യം തന്നെ എടുത്തിടും, അതിന് ശേഷമാണ് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ ഓവറായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് പുറത്ത് പോകുന്നല്ല പറയുന്നത്, ജസ്റ്റ് കണ്ണെഴുത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതാദ്യം ചെയ്യും കേട്ടോ. മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. അപ്പോൾ അതെല്ലാം ഏകദേശമൊക്കെ അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ഓവറായിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ, ജസ്റ്റ് ഈ ഫൗണ്ടേഷൻ ഈ കണ്ണിൻ്റെ നമ്മുടെ ഈ ഒരു ഐയുടെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള ഭാഗത്തും നമ്മുടെ ഈ ഒരു നോസിനും ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫൗണ്ടേഷനൊക്കെ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓവറായിട്ട് ഫേസിലൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഫൗണ്ടേഷൻ ഒന്ന് ഇട്ട് കൊടുത്തു, അത്ര മാത്രമേ കേട്ടോ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ഐബ്രോ ഐക്കോണിക് കാജൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു ഐബ്രോ ഒക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഐലൈനർ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വാട്ടർ പ്രൂഫ് ഐലൈനറാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. മുകളിൽ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ അത് ഞാൻ മുകളിലായിട്ട് ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഈ ഒരു ഐക്കോണിക് കാജലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ താഴെ ഈ ഒരു ഐക്കോണിക് കാജൽ എഴുതുമ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു അറ്റത്തേക്ക് വന്നിട്ട് കുറച്ച് കട്ടിക്ക് എഴുതി കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഐലൈനറും ഈ ഒരു ഐക്കോണിക് കാജലൊക്കെ എഴുതിയിട്ട് കണ്ണിനെ നമ്മൾ ഇവിടെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഐയുടെ കാര്യമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്പിലേക്ക് പോവാം. അപ്പോൾ ലിപ്പിൽ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ലെബെല്ലോൻ്റെ ഒരു ലിപ് ബാമാണ് കേട്ടോ. ഈ ഒരു ലിപ് ബാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലിപ് ബാമിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ലേറ്റായിട്ടാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്.
സൂപ്പർ സ്റ്റേ ലിക്വിഡ് മേറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്ര കേട്ടോ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിക്വിഡ് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഷെയ്ഡാണുള്ളത്. അപ്പം ഞാനിത് ഇങ്ങനെ ഓവർ ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് തേക്കുന്നില്ല. ജസ്റ്റ് കയ്യിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇത്ര മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ് ബാം ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏകദേശം കുറച്ചൊക്കെ മേക്കപ്പ് ലുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ണിൻ്റെ പരിപാടിയും ചെയ്തു, അതുപോലെ തന്നെ ലിപ്പിൻ്റെ പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പൊട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു ബ്ലാക്ക് പൊട്ട്, കുഞ്ഞി പൊട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം. പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓണം മേക്കപ്പ് ലുക്ക് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ചന്ദനം കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചന്ദനം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഓക്കെ, ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. ഇനി നമുക്ക് കമ്മലും മാലയൊക്കെ ഇട്ടിട്ട് കാണാം. ഓക്കെ, ഇതാ ഈ ഒരു കമ്മലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ആ ഒരു ഷോപ്പിംഗ് വീഡിയോ ഈ ഒരു മേക്കപ്പ് ലുക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ട് അതും കൂടെ എല്ലാവരും കാണാം. ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആണ്. അപ്പം ഞാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഒരു ചുമുക്ക വന്നിട്ട്. പിന്നെ നമുക്ക് ഇതിടാം. നമുക്ക് മാലയും കൂടെ ഇട്ട് കൊടുക്കാം അല്ലേ. ഇത് എൻ്റെ കയ്യിൽ മുന്നുണ്ടായിരുന്ന ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബ്ലൗസിന് വന്നിട്ട് ഈ ഒരു മാല വേണമെന്നൊന്നുമില്ല, എന്നാലും മാല ഞാൻ ഇട്ടുവെന്ന് മാത്രം കേട്ടോ. ഇനി നമുക്ക് ഹെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ ഹെയർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അതും കൂടെ കാണാം നമുക്ക്. ഷാമ്പു ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് മുടി കുറച്ച് ഇങ്ങനെ പറന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ തേപ്പിക്കും. സൈഡിൽ നിന്നും കുറച്ച് മുടി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ക്ലിപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടി എടുത്തിട്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ ഹെയറിൽ ഞാൻ. പിന്നെ നമുക്കൊരു കാര്യം മിസ്സായിട്ടുണ്ട് അല്ലേ. എൻ്റെ മുല്ലപ്പൂവ് എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മുല്ലപ്പൂ ഞാൻ വെച്ചിട്ടില്ല. മുല്ലപ്പൂവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉഷാറായിരുന്നു. അപ്പോൾ മുല്ലപ്പൂവില്ലാത്ത ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാനൊരു കുഞ്ഞു ഷോപ്പിംഗ് ചെയ്ത വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടിയും കണ്ടു നോക്കൂ.
ഹലോ, അപ്പോൾ നമ്മളിന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആണ്. കുഞ്ഞാവയ്ക്ക് ഡ്രസ്സ് എടുക്കണം, അതേപോലെ ഹെയറിൽ വെക്കുന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ മാവേലിനി അങ്ങനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ സെറ്റിൻ്റെ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ഇവിടെ നോക്ക്, നമ്മളിപ്പോൾ മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളിലാണ് ഡ്രസ്സൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോട്ടെ, എന്നിട്ട് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഡ്രസ്സ് വാങ്ങിക്കണം കുഞ്ഞാവയ്ക്ക്. കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല, കുഞ്ഞാവയ്ക്ക് എന്തായാലും ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇതാ ഈ പാവക്കുട്ടികളെ കണ്ടിട്ട് അതൊക്കെ വേണമെന്ന് പറയുമായിരുന്നു കുഞ്ഞാവ നിന്നിട്ട്. അയ്യോ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല അടിപൊളി വെറൈറ്റി ജിമുക്കയുടെ സെറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടമാവുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് 2-3 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കാണിച്ചത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു സ്റ്റോണ് പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേറെ കളർ ചേഞ്ചൊക്കെ ഉണ്ട്, മെറൂണൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് എടുത്തില്ല കേട്ടോ. കമ്മലിൻ്റെ ഒക്കെ നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാവയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. പിന്നെ അതേപോലെ അവൾക്ക് ഹെയറിൽ വയ്ക്കാൻ ഹെയർ ബാൻഡ്സ് ഒക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാവമൊക്കെ ഇതൊന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കുഞ്ഞാവയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണേ. കുഞ്ഞാ ഇഷ്ടമായോ? ഇഷ്ടമായോ? എന്താ വേണ്ടത്? അപ്പോൾ വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ നമ്മളെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.